الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله، والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه الفائزين برضا الله. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تحسبن الله غافلا عما يعمل الظالمون إنما يؤخرهم ليوم تشخص فيه الأبصار. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികൾ, കാരുണ്യവാനായ പടച്ച തമ്പുരാൻ നമ്മിൽ സംഭവിച്ച എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പുറത്തും മാപ്പാക്കി തരുമാറാകട്ടെ. ശിഷ്ടജീവിതത്തിൽ അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കാനും അവസാനം മുഅ്മിനായി മരിക്കാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ ഉൾപ്പെടെ എല്ലാവർക്കും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികൾക്ക് അല്ലാഹു പരിപൂർണമായ ശിഫ പ്രദാനിക്കുമാറാകട്ടെ. കടം കൊണ്ട് വലയുന്നവർക്ക് അല്ലാഹു കടം വീട്ടാനുള്ള അവസരങ്ങളും മാർഗങ്ങളും അല്ലാഹു ഒരുക്കി കൊടുക്കുമാറാകട്ടെ. ലോകത്ത് പ്രയാസപ്പെടുന്ന മനുഷ്യർ, പ്രത്യേകിച്ച് ഫലസ്തീനികൾ, അല്ലാഹു അവർക്ക് സമാധാനവും സന്തോഷവും പ്രദാനിക്കുമാറാകട്ടെ. അവരുടെ ശത്രുക്കൾ അല്ലാഹു തആല പരാജയപ്പെടുത്തുമാറാകട്ടെ. ഹമാസിന്റെ കരങ്ങൾക്ക് അല്ലാഹു ശക്തി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. (2015) തുർക്കിയുടെ പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗാൻ ഒരു പ്രഭാഷണ മധ്യേ വിവാദമായ ഒരു പരാമർശം നടത്തി. പരാമർശം ഇതായിരുന്നു: അമേരിക്ക കണ്ടുപിടിച്ചത് കൊളംബസ് അല്ല, മധ്യപൂർവ്വകാലത്ത് ജീവിച്ചിരുന്ന അറബികളാണ്, മുസ്ലിമീങ്ങളാണ് എന്നുള്ളതായിരുന്നു. വെറുതെ അദ്ദേഹം പറയുകയല്ല ചെയ്തത്. ചരിത്ര രേഖകൾ നിരത്തിക്കൊണ്ടാണ് അമേരിക്ക കണ്ടുപിടിച്ചത് മുസ്ലിമീങ്ങളാണ് എന്ന് എർദോഗാൻ സമർത്ഥിച്ചു. പക്ഷെ പറഞ്ഞത് എർദോഗാൻ ആയതുകൊണ്ടും തൊട്ടത് അമേരിക്കയെ ആയതുകൊണ്ടും പാശ്ചാത്യ മാധ്യമങ്ങൾ ശരിക്ക് ഇളകി. എർദോഗാന്റെ പ്രസ്താവനയ്ക്കെതിരെ, പ്രസംഗത്തിനെതിരെ പാശ്ചാത്യ മാധ്യമങ്ങൾ കലിതുള്ളി. പക്ഷെ എർദോഗാൻ തന്റെ പ്രസ്താവനയിൽ നിന്ന് പിന്തിരിയാൻ തയ്യാറായില്ല. അത് എർദോഗാൻ അല്ല ലോകത്ത് ആദ്യമായി പറഞ്ഞത്. എർദോഗാൻ പറയുന്നതിനു മുമ്പ് ലോകം കണ്ട പല ചരിത്രകാരന്മാരും ഭൂമിശാസ്ത്രജ്ഞരും പറഞ്ഞൊരു കാര്യമാണ്: അമേരിക്ക കണ്ടുപിടിച്ചത് കൊളംബസ് അല്ല, മുസ്ലിമീങ്ങളാണ് എന്ന്. ലണ്ടനിലെ ഡോക്ടർ അബ്ദുൽ ജബ്ബാർ റിഫായിയെ പോലുള്ള മുസ്ലിം ചരിത്രകാരന്മാരും, അതേപോലെ തന്നെ ക്രൈസ്തവ മാൽബ്രൂണെ പോലുള്ള ക്രൈസ്തവ ചരിത്രകാരന്മാരുമൊക്കെ അമേരിക്ക കൊളംബസിനേക്കാൾ എത്രയോ വർഷം മുമ്പ്, 470 വർഷം മുമ്പ് മുസ്ലിമീങ്ങൾ അവിടെ ചെന്നിട്ടുണ്ട് എന്നും അമേരിക്കക്കാരുമായി മുസ്ലിമീങ്ങൾക്ക് ഗതാഗത ബന്ധങ്ങളും വ്യാപാര ബന്ധങ്ങളും ഉണ്ടായിരുന്നു എന്നും സമർത്ഥിച്ചിട്ടുണ്ട്. 1970 കേരളത്തിൽ ഇറങ്ങിയ ഒരു മലയാള മാസികയിൽ ഞാനത് വായിച്ചിട്ടുണ്ട്. സ്പാനിഷ് മുസ്ലിമീങ്ങൾ, സ്പെയിനിൽ നിന്നുള്ള മുസ്ലിമീങ്ങൾ കൊളംബസ് അമേരിക്കയിൽ വരുന്നതിന് 470 വർഷം മുമ്പ് അമേരിക്കയിൽ വന്നു എന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. പക്ഷെ കൊളംബസിന്റെ പേരിലാണ് ഇന്ന് അമേരിക്ക കണ്ടെത്തിയ പിതൃത്വം ഇന്ന് കൊളംബസിന്റെ പേരിലാണ് സ്ഥാപിക്കപ്പെടുന്നത്.
കൊളംബസിന് സഹായകമായതുപോലും മുസ്ലിമീങ്ങൾ കണ്ടെത്തിയ ഭൂപടമാണ്. മുസ്ലിമീങ്ങൾ കൊളംബസിന് കൈമാറിയ ഭൂപടത്തിന്റെ സഹായത്തോടെയാണ് കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കുന്നത്. അപ്പൊ അമേരിക്കയുടെ ചരിത്രം അത് മുസ്ലിമീങ്ങളുമായി ബന്ധപ്പെട്ടതാണ് എന്നാണ് ഈ പരാമർശം നമ്മെ പഠിപ്പിക്കുന്നത്. അമീർ ജഹാസ് എന്നാണ് അമേരിക്കയുടെ പഴയ പേര്. അമീർ ജഹാസ് എന്ന് പറഞ്ഞാൽ കപ്പൽ യാത്രികർ എന്നാണ് അതിനർത്ഥം. വിദൂരങ്ങളിൽ നിന്ന് കപ്പലിലൂടെ യാത്ര ചെയ്ത് ചെന്ന അറബികളെ അമീർ ജഹാസ് എന്ന് വിളിക്കുകയും ആ പേര് ആ നാടിന് തന്നെ പിൽക്കാലത്ത് ഉണ്ടാവുകയും ചെയ്തു. ഈ അമീർ ജഹാസ് ലോപിച്ചാണ് അമേരിക്ക എന്ന പേര് പിൽക്കാലത്തുണ്ടായിത്തീരുന്നത്. അങ്ങനെയുണ്ടല്ലോ. ഇന്ത്യ എന്ന പേര് അൽ ഹിന്ദ് എന്ന അറബികൾ വിളിച്ച നാമമാണ് പിന്നീട് അത് ഇന്ത്യ ആയിത്തീരുന്നത്. ഖൈർ ആലം എന്ന് അറബികൾ വിളിച്ച പേരാണ് പിന്നീട് കേരളമായിത്തീരുന്നത്. ഇവിടുത്തെ സുഗന്ധവ്യഞ്ജന വസ്തുക്കളും പ്രകൃതി രമണീയമായ ഭൂപ്രദേശങ്ങളും കണ്ടിട്ട് അറബികൾ ഈ നാടിന് വിളിച്ച പേരാണ് ഖൈർ ആലം, ലോകത്തെ ഏറ്റവും നല്ല സ്ഥലം എന്ന്. അത് പിൽക്കാലത്ത് ലോപിച്ച് അത് കേരളമായി തീർന്നു എന്നൊരു ചരിത്രമുണ്ട്. അപ്പൊ അമേരിക്ക അമീർ ജഹാസ് എന്ന പേരിൽ വിളിക്കപ്പെട്ട അമേരിക്ക പിൽക്കാലത്ത് അതിന്റെ പേര് അമേരിക്ക എന്ന് ആയിത്തീരും. ഈ ചരിത്ര വസ്തുത നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശ്വസിക്കുന്നതിന് പ്രയാസമൊന്നുമില്ല. കാരണം അറബികൾ ലോകസഞ്ചാരികളായിരുന്നു. കേരളത്തിലെ ഭാരതത്തിലെ പല മതസമുദായങ്ങളും അവരുടെ മതവിശ്വാസത്തിന്റെ ഭാഗമായി സമുദ്രയാത്ര ചെയ്യുന്നത് നിഷിദ്ധമായിരുന്ന ഘട്ടത്തിൽ അറബികളാണ് സധൈര്യം കടലിലൂടെ കപ്പലിലൂടെ യാത്ര ചെയ്യാൻ വേണ്ടി ധൈര്യം കാണിച്ചത്. അങ്ങനെയാണല്ലോ അവർ സ്പെയിനിലെത്തിയത്. AD 711 താരിഖ് ഇബ്നു സിയാദ് റഹ്മഹുള്ളയുടെ നേതൃത്വത്തിലുള്ള 14 അംഗ സംഘമാണ് സ്പെയിനിൽ ആദ്യം എത്തുന്നത്. സ്പെയിനിലെത്തിയ 14 അംഗ സംഘം ചെയ്തത് തങ്ങൾ വന്ന പായ്ക്കപ്പല് കത്തിച്ചു കളയലായിരുന്നു. അഥവാ ഇനി ഇവിടെ നിന്നൊരു മടക്കമില്ല. അങ്ങനെയാണ് അവർ സ്പെയിനിൽ പ്രവർത്തിച്ച് സ്പെയിൻ ഇസ്ലാമിന് കീഴിലേക്ക് വരുന്നത്. സ്പെയിൻ 800 വർഷക്കാലം മുസ്ലിമീങ്ങൾ ഭരിക്കുന്നൊരവസ്ഥയിലേക്ക് വരുന്നത്. കൊർദോവ എന്ന് പറയുന്ന ലോകപ്രശസ്തമായ യൂണിവേഴ്സിറ്റിക്ക് അസ്ഥിവാരമിടുന്നത്. ഇതൊക്കെ സ്പെയിനിലെത്തിയ 14 അംഗ സംഘമാണ് ചരിത്രത്തിന്റെ ഗതി മാറ്റിമറിച്ചത്. അതുകൊണ്ട് തന്നെ അമേരിക്കയിലും ഇതേപോലെ കൊളംബസിന് മുമ്പ് മുസ്ലിമീങ്ങൾ, അറബ് കച്ചവടക്കാർ, യാത്രക്കാർ അവരെത്തിയിട്ടുണ്ട് എന്നുള്ള ഈ ചരിത്രം വിശ്വസിക്കുന്നതിന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുണ്ട്. ഞാനിത് പറഞ്ഞത് ഒരുപക്ഷെ അങ്ങനെയായിരുന്നെങ്കിൽ ഇന്ന് ഏതോ അറബ് രാജാക്കന്മാര് ഭരിക്കേണ്ട ഒരു നാടാണ് ട്രംപ് ഭരിക്കുന്ന അമേരിക്ക. ഒരു അറബ് രാജ്യമായി മാറേണ്ട ഒരു സ്ഥലമായിരുന്നു അമേരിക്ക. ഇന്ന് ലോകത്തിന്റെ മനസാക്ഷി മുഴുവനും ഫലസ്തീനികളോടൊപ്പം നിൽക്കുമ്പോൾ അതിനെതിരെ പുറംതിരിഞ്ഞു നിൽക്കുന്ന പ്രബലമായ ലോകത്തെ ഏറ്റവും ശക്തമായ ഒരു രാജ്യമെന്ന് പറയുന്നത് അമേരിക്കയാണ്. 142 രാജ്യങ്ങൾ ഫലസ്തീനിന് അനുകൂലമായി നിൽക്കുമ്പോൾ 10 രാജ്യങ്ങളാണ് ഫലസ്തീനിനെതിരായി വോട്ട് ചെയ്തത്. ബാക്കി രാജ്യങ്ങൾ വിട്ടുനിന്നു. ആ 10 രാജ്യങ്ങളിൽ പ്രബലമായ രാജ്യമാണ് അമേരിക്ക. മറ്റൊന്നാണ് നമ്മുടെ മെസ്സിയുടെ അർജന്റീന. അർജന്റീനയ്ക്ക് മറ്റൊരു ചരിത്രം കൂടിയുണ്ട്. അത് മെസ്സിയുടെ നാടാണെന്ന് മാത്രമല്ല, യൂറോപ്യന്മാർക്ക് ജൂതന്മാർക്ക് ഒരു രാഷ്ട്രം കൊടുക്കണമെന്ന ചിന്ത അവർക്ക് വന്നപ്പോ, പ്രത്യേകിച്ച് ബ്രിട്ടൻ 3 സ്ഥലങ്ങളാണ് ലോകത്ത് കണ്ടെത്തിയത്. അതിലൊന്ന് ഉഗാണ്ടയാണ്, മറ്റൊന്ന് ഫലസ്തീനാണ്, മറ്റൊന്ന് ഇതാണ്. അപ്പൊ അതുകൊണ്ടൊരു പക്ഷേ ഇന്ന് ഇസ്രായേലിൽ താമസിക്കേണ്ടിയിരുന്ന സ്ഥലം കൂടിയാണ് അർജന്റീന. ആ ഒരു രാജ്യം ഈ ഫലസ്തീനെതിരായി നിന്നു, അമേരിക്കയോടൊപ്പം സപ്പോർട്ട് ചെയ്തു. ലോകത്തിന്റെ മനസാക്ഷി മുഴുവനും ഇന്ന് ഫലസ്തീനൊപ്പമാണ്.
ഈ ക്രൂരത ഇനിയും തുടരാൻ അനുവദിക്കരുത് എന്ന് ശക്തമായി പറയാൻ വേണ്ടി യൂറോപ്യൻ രാജ്യങ്ങൾ ഇവർ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അതിനെതിരായി ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൌൺസിലിൽ വരുന്ന പ്രമേയങ്ങളെ വീറ്റോ അധികാരം ഉപയോഗിച്ചുകൊണ്ട് എതിർക്കുന്ന ഏറ്റവും ഒരു രാജ്യമെന്ന് പറയുന്നത് അമേരിക്ക. അവരാണ് ഇനി ഈ ക്രൂരത തുടരണമെന്ന് പറയുന്നത്, ഇനിയും കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടണമെന്ന് പറയുന്നത് അമേരിക്കയാണ്. അവരുടെ ആഗ്രഹമാണ് ഇനിയും മിസൈലുകളും ബോംബുകളും ഫലസ്തീനികളുടെ മുകളിൽ വർഷിക്കണമെന്നുള്ളത്. ബ്രിട്ടനാണ് സത്യത്തിൽ ഈ പ്രശ്നങ്ങളുടെ തുടക്കക്കാരൻ. ബാൽഫർ ഉടമ്പടിയിലൂടെ 1948 ഫലസ്തീനികളുടെ മണ്ണിൽ ഇതേപോലെ ഈ ജൂതന്മാരെ കുടിയിരുത്തിയത് ബ്രിട്ടനാണ്. അവരുപോലും തിരിഞ്ഞു, അവരുപോലും ഇസ്രായേലിനെ ഇനി കയറൂരിയിടരുത്, ഈ ക്രൂരത ഇനി അനുവദിക്കരുത് എന്ന് അവരുപോലും പറഞ്ഞു. എന്നിട്ടും ഈ അമേരിക്ക ഇനിയും ഈ ക്രൂരതയുടെ കൂടെ നിന്നുകൊണ്ട് ഫലസ്തീനികൾക്കെതിരെ ഇസ്രായേലിന് അനുകൂലമായി ആയുധങ്ങൾ കൊടുത്തുകൊണ്ട് എല്ലാ നിലയ്ക്കും സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരെ പിന്തുണയ്ക്കുക. 1948 ജൂതരാഷ്ട്രം പിറന്നു. മെയ് 14, മെയ് 15 ഫലസ്തീനുകളുടെ കഷ്ടകാലം ആരംഭിച്ചതാണ്. 77 വർഷമായി. മെയ് 15 ഒന്നാമത്തെ യുദ്ധം ആരംഭിച്ചു. 7 ലക്ഷം ഫലസ്തീനികളാണെന്ന് അഭയാർത്ഥികളായത്, സ്വന്തം നാട് വിട്ടു പോകേണ്ടി വന്നത്. അതിന്നും തുടരുകയാണ്. അവരുടെ കഷ്ടകാലം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുക. ലോകത്തിന്റെ മനസ്സാക്ഷി മുഴുവനും അവർക്ക് അനുകൂലമായി നിന്നിട്ടും അവർക്ക് ആ കഷ്ടപ്പാടിൽ നിന്നൊരു മോചനം ലഭിക്കുന്നില്ല. നമ്മൾ കണ്ടു, ഗ്ലോബൽ സുമൂദ് ഫ്ലോട്ടില എന്ന പേരിൽ 19 കപ്പലുകൾ, അത് വരുന്നത് സ്പെയിനിൽ നിന്നാണ്, ഇറ്റലിയിൽ നിന്നാണ്. ഈ ക്രൈസ്തവ രാജ്യങ്ങൾ പോലും ഭക്ഷണ സാധനങ്ങളും മരുന്നുകളുമായിട്ട് ചെറിയ ചെറിയ കപ്പലുകൾ ഈ ഫലസ്തീനിലേക്ക് അയക്കുമ്പോൾ അതിനെപ്പോലും തടയാൻ വേണ്ടി ഇവർ തയ്യാറാകുക. എത്ര ക്രൂരമാണിത്! അവർക്ക് പോലും തങ്ങളുടെ യുദ്ധക്കപ്പലുകളെ ഈ ഫ്ലോട്ടിലെ സംരക്ഷിക്കാൻ വേണ്ടി അയക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെടുന്നത്. സുമൂദ് എന്ന വാക്കിനർത്ഥം അചഞ്ചലത എന്നാണ്. അതൊരു അറബി വാക്കാണ്. അചഞ്ചലമായ ഒരു തീരുമാനത്തിന്റെ, ദൃഢമായൊരു തീരുമാനത്തിന്റെ ഭാഗമാണ് ഇറ്റലിയും സ്പെയിനൊക്കെ അവരുടെ സഹായഹസ്തങ്ങളെ ഫലസ്തീനികൾക്ക് നേരെ നീട്ടാൻ തീരുമാനിച്ചു എന്നുള്ളത്. 360 ചതുരശ്ര കിലോമീറ്ററാണ് ഗസയുടെ വലിപ്പം. പക്ഷെ അമേരിക്ക ആ ഗസയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി വിടുന്ന കപ്പലിന്റെ വലിപ്പം ഇതിനേക്കാൾ വലുതാണ്. അത്ര വലിയ കപ്പലുകൾ അയച്ചുകൊണ്ടാണ്, ഇസ്രായേലിനെ സഹായിച്ചുകൊണ്ടാണ് ഗസ നിവാസികളെ കൂട്ടക്കൊല ചെയ്യാൻ വേണ്ടി അമേരിക്ക സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഞാൻ ഓർത്തുപോയത്, ഒരു അറബ് രാജ്യമായി മാറേണ്ട അമേരിക്ക, അമേരിക്കയാണെന്ന് സത്യത്തിൽ ലോകത്തിന് തലവേദനയായി മാറിയിരിക്കുന്നത്. 7 യുദ്ധങ്ങൾ ഞാൻ അവസാനിപ്പിച്ചു, അതുകൊണ്ട് എനിക്ക് നോബൽ സമ്മാനം തരണമെന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് പറയുമ്പോൾ ഗസ യുദ്ധം നിർത്താൻ അദ്ദേഹത്തിന് പരിപാടിയില്ല. അതിനെല്ലാവിധ സപ്പോർട്ടും കൊടുത്തുകൊണ്ട്, അതിനെല്ലാവിധ സഹായവും ചെയ്തു കൊടുത്തുകൊണ്ട് അദ്ദേഹം അതിനെ പിന്തുണയ്ക്കുകയാണ്, അതിന്റെ പിന്നിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ഗസ കടന്നു പോകുന്നത് ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ്. ഇന്ന് പ്രാർത്ഥനാ ദിനമായി ആചരിക്കാൻ വേണ്ടി നമ്മുടെ നേതൃത്വം നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഗസയ്ക്ക് വേണ്ടി നാട്ടിലും നഗരങ്ങളിലും പ്രകടനങ്ങൾ നടക്കുകയാണ്. ഗസയ്ക്ക് അനുകൂലമായി ധാരാളം ആളുകൾ, അവരെല്ലാം മുസ്ലിമീങ്ങളൊന്നുമല്ല, പക്ഷെ മനുഷ്യത്വത്തെ പിന്തുണയ്ക്കുന്ന ധാരാളം ആളുകൾ പൊതുസമൂഹത്തിൽ നിന്നും, അവരിൽ എല്ലാ വിഭാഗം ആളുകളുമുണ്ട്. അവർ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഗസയെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായൊരു ഘട്ടമാണ് ഈ കടന്നുപോകുന്ന ദിവസങ്ങൾ. ഗസ പിടിച്ചടക്കി അവിടെ തന്റെ റിയൽ എസ്റ്റേറ്റ് താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ട്രംപും നെതന്യാഹും കൂടി ഒരുങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. എന്തും സംഭവിക്കാവുന്ന ഒരവസ്ഥ. പക്ഷേ യഥാർത്ഥ മുഅ്മിനീങ്ങളെ കാണണമെങ്കിൽ, ഈമാനിന്റെ അനുഭവം കാണണമെങ്കിൽ, ഈമാനിന്റെ സാക്ഷാത്കാരം കാണണമെങ്കിൽ, നിശ്ചയദാർഢ്യത്തിന്റെ ഉദാഹരണങ്ങൾ കാണണമെങ്കിൽ ഇന്നും നമ്മൾ ഗസയിലേക്ക് നോക്കിയാൽ മതി. അവിടെ നിന്ന് നമുക്കൊരുപാട് മാതൃകകൾ കിട്ടും. രാജ്യസ്നേഹം എന്താണെന്ന് പഠിക്കണമെങ്കിൽ ഗസക്കാരെ കണ്ടു പഠിച്ചാൽ മതി. കാരണം അവരിന്നും പറയുന്നത്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ജനിച്ച മണ്ണിൽ ജീവിക്കാൻ അനുവദിക്കണം, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് രക്തസാക്ഷിത്വം വേണം. അവരെ നാട് വിട്ടുപോകാൻ തയ്യാറല്ല.
ഇറാനിന്റെ ഏതാനും മിസൈലുകൾ ഇസ്രായേലിലേക്ക് വീണപ്പോ ഇസ്രായേലുകൾ ഓടി. 2 പൗരത്വമുള്ള ആളുകൾ മറ്റു പല രാജ്യങ്ങളിലേക്കും പോയി. സൈപ്രസിലേക്ക് കുടിയേറി. നെതന്യാഹുവിന്റെ വിമാനം പോലും സൈപ്രസിൽ കൊണ്ടുപോയി ഇറക്കി. പക്ഷെ ഇന്ന് വരെ ഒരു ഗസക്കാരൻ നാട് വിട്ടുപോയിട്ടില്ല. അവര് പോകും, വടക്കുന്ന് തെക്കോട്ട് പോകും, തെക്കുന്ന് വടക്കോട്ട് വരും, കിഴക്കുന്ന് പടിഞ്ഞാട്ട് പോകും, പടിഞ്ഞാട്ടുനിന്ന് കിഴക്കോട്ട് പോകും. ഗസയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതല്ലാതെ ഗസ വിട്ടുപോകാൻ ഒരു ഫലസ്തീനിയും തയ്യാറായിട്ടില്ല. ജന്മദേശത്തിന് വേണ്ടിയുള്ള സമരം, നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടം, കുദ്സ് വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള ഈയൊരു പോരാട്ടം, ഈ പോരാട്ടത്തിൽ ഓരോ ഫലസ്തീനിയും അവരുടെ നേതൃത്വത്തിന്റെ പിന്നിൽ ഉറച്ചു നിൽക്കുകയാണ്. അവരെ സഹായിക്കാൻ ആരുമില്ല. മക്കയിൽ നിന്നും മുഹാജിറുകൾ മദീനയിൽ ചെന്നപ്പോൾ അവിടെ അൻസാരികൾ ഉണ്ടായിരുന്നു സഹായിക്കാൻ. തങ്ങളുടെ സ്വത്തിന്റെ പകുതി കൊടുക്കാൻ അവർ തയ്യാറായി. 2 ഭാര്യമാരുള്ളവർ ഒരു ഭാര്യമയെ തൊലാഖ് ചൊല്ലി തന്റെ മുഹാജിറായ സഹോദരന് കൊടുക്കാൻ തയ്യാറായി. പക്ഷേ ഗസക്കാരെ സഹായിക്കാൻ ആരുമില്ല. നമുക്ക് സഹായിക്കണമെന്നുണ്ട്, പക്ഷേ നമ്മെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന സഹായം പ്രാർത്ഥന മാത്രമാണ് നിലവിലെ സാഹചര്യം. ഗസ വിശന്ന് മരിക്കുമ്പോൾ റഫ അതിർത്തിയിൽ ഒരുപാട് വാഹനങ്ങൾ ഭക്ഷണങ്ങളുമായി കെട്ടിക്കിടക്കുന്നുണ്ട്. അതിർത്തി തുറക്കപ്പെടുന്നില്ല. ജോർഡാന്റെ അതിർത്തി തുറക്കപ്പെടുന്നില്ല. ഇങ്ങനെ ലോകത്ത് വിശന്നു മരിക്കുന്ന ഒരു വിഭാഗം. നമുക്കാർക്കെങ്കിലും ഒരു അനുഭവം ഉണ്ടോ? നമ്മുടെ ആരുടെയെങ്കിലും മക്കൾ എന്നെങ്കിലും കേരളത്തിൽ ആരെങ്കിലും വിശന്നു മരിച്ചൊരു ചരിത്രം നമുക്ക് കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു ചരിത്രം നമുക്ക് ഓർക്കാനുണ്ടോ? സഹാബാക്കൾക്ക് വിശപ്പുണ്ടായിട്ടുണ്ട്, പക്ഷെ ഒരു സഹാബിയും വിശന്നു മരിച്ച ചരിത്രം കേട്ടിട്ടില്ല. നന്നായി വിശന്നിട്ടുണ്ട്, വയറ്റിൽ കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഞാൻ വിശന്നിട്ട് ചിലപ്പോഴെല്ലാം ആളുകൾ വരുന്ന വഴിയിൽ കിടക്കും. ആളുകൾ എനിക്ക് മാനസികമായ എന്തോ ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ച് എന്നെ മന്ത്രിക്കാൻ വേണ്ടി മന്ത്രിച്ചിട്ട് പോകും. എനിക്ക് പ്രശ്നമൊന്നുമില്ല, എന്റെ പ്രശ്നം വിശപ്പാണ്. ആരെങ്കിലും കൂട്ടിക്കൊണ്ടുപോകുമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വഴിയിൽ കിടക്കുന്നത്. ഞാൻ ബോധക്ഷയമായി വീണവനല്ല. ഒരിക്കൽ ഞാൻ ഇതുപോലെ വഴിയിൽ നിന്നു. അബൂബക്കർ വന്നപ്പോൾ അബൂബക്കറിനോട് സംശയം ചോദിച്ചു, ഒരു മസാലാപരമായ സംശയം ചോദിച്ചു. എനിക്ക് മസാല അറിയല്ലല്ലോ ലക്ഷ്യം. അബൂബക്കർ പറയണം, വാ വീട്ടിൽ ഭക്ഷണം കഴിക്കാം, എന്നിട്ട് മസാല പറയാന്ന് പറയണം. പക്ഷെ അബൂബക്കറിനോട് സംശയം ചോദിച്ചപ്പോൾ അബൂബക്കർ സംശയ നിവാരണം നടത്തി തന്നു, വീട്ടിലേക്ക് വിളിച്ചില്ല. അബൂബക്കറിന് എന്റെ വിഷയം തിരിഞ്ഞില്ല. പിന്നെ ഉമർ വന്നു. ഉമറിനോട് ഞാൻ സംശയം ചോദിച്ചു. എന്റെ ലക്ഷ്യം സംശയം തീർക്കലല്ല, എന്റെ ലക്ഷ്യം എന്നെ വീട്ടിലേക്കൊന്ന് വിളിച്ചുകൊണ്ടുപോകണം. എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു അല്പം ഭക്ഷണം കിട്ടണം. അതെനിക്ക് കിട്ടിയില്ല. ഇങ്ങനെ വിശന്ന ധാരാളം സഹാബാക്കളുണ്ടായിരുന്നു. പക്ഷേ വിശന്നു മരിച്ചൊരു ചരിത്രം നമ്മൾ കേട്ടിട്ടില്ല. അവിടെയാണ് വിശന്ന് വീഴുന്ന മനുഷ്യന്മാർ. 100 കണക്കായ കുഞ്ഞുങ്ങൾ ഭക്ഷണം കിട്ടാതെ ഗസയിൽ മരിച്ചു വീണു എന്ന് കേൾക്കുമ്പോ സഹോദരങ്ങളുടെ നമ്മുടെയൊക്കെ മനസാക്ഷി ഞെട്ടണ്ടേ? നമ്മുടെ സഹോദരങ്ങളല്ലേ, അവരെ നമുക്ക് ഓർക്കാതിരിക്കാൻ കഴിയുമോ? അപ്പോഴും അവര് കാണിച്ച മാനുഷിക പരിഗണനയുണ്ട്. അവരുടെ കീഴിൽ ഇസ്രായേലി ബന്ദികളുണ്ട്. ഒരു ഇസ്രായേലി ബന്ദിയെ ഒരു പട്ടിണി കിട്ടിട്ടില്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വിശന്നു മരിക്കുമ്പോഴും ഞങ്ങൾ ബന്ദികളായി പിടിച്ച ഇസ്രായേലി ബന്ദികൾക്ക് ഉള്ള ഭക്ഷണം വയറു നിറച്ചവർ കൊടുക്കുന്നുണ്ട്. നമ്മൾ കണ്ടതല്ലേ? ഹമാസ് വിട്ടയച്ച ഇസ്രായേലി ബന്ദികൾ പുറത്തേക്ക് വന്നപ്പോൾ അവർ ചിരിച്ചുകൊണ്ടാണ് വരുന്നത്. അവർ പോയതിനേക്കാൾ അവരുടെ തടി കുറഞ്ഞിട്ടില്ല, അവർക്ക് ക്ഷീണമില്ല. കാരണം ഞങ്ങൾ പട്ടിണി കിടന്നാലും ഞങ്ങളുടെ അതിഥികളാണ് ഈ ബന്ദികൾ. ഞങ്ങൾക്ക് അവരോട് വിരോധമില്ല. ഇസ്രായേലി ചെയ്യുന്ന ക്രൂരത അവസാനിപ്പിക്കണം, അതിനുവേണ്ടിയാണ് ഞങ്ങൾ ബന്ദികളായി പിടിച്ചത്. എന്ന് ഖുർആൻ പറഞ്ഞതുപോലെ അവർക്ക് വിശപ്പുണ്ടെങ്കിലും അവരുടെ വിശപ്പ് അവർ സഹിച്ചുകൊണ്ട് തങ്ങളുടെ അതിഥികളായ ബന്ദികളെ ഭക്ഷിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ച ഹമാസിന്റെ ചുണക്കുട്ടികൾ അവർ ലോകത്തിന് മാതൃകയാണ്. അവർ ഈമാനിന്റെ മാതൃകയാണ്, ഇസ്ലാമിന്റെ മാതൃകയാണ് അവർ. കാരണം ഇസ്ലാം പഠിപ്പിക്കുന്നത് ഈ മാനുഷിക മൂല്യങ്ങളാണ്. ഒരാളെയും പട്ടിണിക്കിടരുത്. മനുഷ്യനെ മാത്രമല്ല, ഒരു ജീവിയെ പോലും പട്ടിണിക്കിട്ട് കൊല്ലരുത്. ഒരു ജീവിയുടെ പോലും ജീവൻ വിലപ്പെട്ടതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടല്ലോ, സോഷ്യൽ മീഡിയയിൽ വൈറലായല്ലോ, ഒരു നബീസത്തായ മറ്റോ ഒരു നായയുടെ വായിലൊരു ഒരു എല്ല് കുടുങ്ങിയപ്പോ അവരതിനെ പിടിച്ചു നിർത്തി ആ എല്ലെടുത്ത് കളഞ്ഞ് ആ നായയെ രക്ഷപ്പെടുത്തുകയാണ്.
പലരും അത് ചെയ്യാമോ, അത് നജിസല്ലേ എന്നൊക്കെയാണ് പലരും ചോദിക്കുന്നത്. നമ്മളതിൽ കാണുന്നത് ആ ഒരു മാനുഷിക മുഖം. അതൊരു മുസ്ലിമിന്റെ രീതിയാണത്. ഒരു ജീവി അപകടപ്പെടുന്നു എന്ന് കണ്ടാൽ അതിനെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് നജിസാണ്, അത് കഴുകണം. അതിന് വഴി പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇസ്ലാമിന്റെ സുന്ദരമായൊരു ആദർശം. സ്വന്തമായി വിശപ്പ് സഹിച്ചുകൊണ്ടും സ്വന്തമായി ദാഹം സഹിച്ചുകൊണ്ടും തന്റെ സഹോദരനെ തീറ്റിപ്പിക്കാനും തന്റെ സഹോദരനെ വെള്ളം കുടിപ്പിക്കാനുമുള്ള അവരുടെ ഈമാനികമായ ഊർജ്ജം, അതിലാണ് അവർ പിടിച്ചു നിൽക്കുന്നത്. ഹമാസ് തോറ്റിട്ടില്ല. 65,000 മനുഷ്യരെ നിങ്ങൾക്ക് കൊന്നൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകാം നെതന്യാഹുവിന്, പക്ഷെ ഹമാസ് തോറ്റിട്ടില്ല. ഇന്നും ഹമാസിനെതിര് ഗസയിലുള്ള ആരും ഹമാസിനെതിര് പറയുന്നില്ല, ആരും ആത്മഹത്യ ചെയ്യുന്നില്ല. നിങ്ങൾ കേട്ടോ, 2 കൊല്ലമായിട്ട് ഗസയിൽ ആരെങ്കിലും ആത്മഹത്യ ചെയ്തോന്നൊരു വാർത്ത കേട്ടോ? അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അത് പാശ്ചാത്യ മാധ്യമങ്ങൾ പൊക്കിപ്പിടിക്കുമായിരുന്നു. ഇന്നേവരൊരു കുഞ്ഞുപോലും ഗസയിൽ ആത്മഹത്യ ചെയ്തിട്ടില്ല. ദുരിതത്തിന്റെ കടലിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അവർക്കില്ലാത്ത പ്രയാസങ്ങളില്ല, പക്ഷെ അവർ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ 5 രീതിയിലൂടെ മനുഷ്യനെ പരീക്ഷിക്കുമെന്ന് പറയുന്നുണ്ട്. ഈ 5 പരീക്ഷണങ്ങളും ഗസക്കാർക്ക് വന്നിട്ടുണ്ട്. വലനബൂലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി, ഞാൻ നിങ്ങളെ ഭയം തന്ന് പരീക്ഷിക്കും. ഗസക്കാരെ പോലെ ഭയപ്പെടേണ്ടവർ ലോകത്തില്ല. കാരണം അവരുടെ മുകളിലൂടെ പാഞ്ഞു വരുന്നത് ലോകം കണ്ട ഏറ്റവും വലിയ മിസൈലുകളാണ്, ഫൈറ്റർ ജെറ്റുകളാണ്. പക്ഷെ ഗസയ്ക്ക് പേടിയില്ല. അവർ രണ്ടാലും ഉറപ്പിച്ചവരാണ്. ഒന്നിരിക്കൽ അന്തസ്സോടുകൂടിയുള്ള ഈ ജീവിതം, ഈ ഭൂമിയിലെ ജീവിതം, അല്ലെങ്കിൽ മരണം. വലനബുലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി, ഭയം തന്ന് ഞാൻ നിങ്ങളെ പരീക്ഷിക്കും. വൽജുഇ, വിശപ്പ് തന്ന് പരീക്ഷിക്കും. ലോകത്ത് ഗസക്കാരേക്കാൾ വിശക്കുന്നവരാരുണ്ട് സഹോദരങ്ങളെ? നമ്മളൊക്കെ മൂക്കറ്റം തിന്നുമ്പോ ഗസക്കാരൻ ഒരു റൊട്ടി തിന്നിട്ട് ആഴ്ചകളായി എന്ന് പറയുമ്പോ നമുക്കൊക്കെ സങ്കടത്തോടു കൂടിയല്ലാതെ കഥ എങ്ങനെ കേൾക്കാതിരിക്കും, ഈ വാർത്തയൊക്കെ ശ്രദ്ധിക്കാതിരിക്കും? വിശപ്പുണ്ടോ ഞാൻ നിങ്ങളെ പരീക്ഷിക്കും. മനുഷ്യന്മാർ വിശന്നു മരിക്കുകയാണ്. വനഖസിം മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്, നിങ്ങളുടെ സമ്പത്ത് നഷ്ടപ്പെടുത്തും. ഗസയിൽ ഇനി നശിക്കാനൊന്നുമില്ല. അമ്പരചുംബികളായ ബിൽഡിങ്ങുകൾ തകർത്തു, സ്കൂളുകൾ തകർത്തു, പള്ളികൾ തകർത്തു, ആശുപത്രികൾ തകർത്തു. ഗസക്കാരുടെ എല്ലാ സാമ്പത്തിക അവസ്ഥകളും ഏതാണ്ട് 3% ഇസ്രായേൽ നശിപ്പിച്ചു കളഞ്ഞു. വനഖസിം മിനൽ അംവാലി വൽ അൻഫുസ്, 65,000 മനുഷ്യന്മാർ മരിച്ചു. അതിലുപരി ആളുകൾ ജീവച്ഛവങ്ങളായി ഇന്ന് ഗസയിൽ അവശേഷിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വബശ്ശിരി സാബിരീൻ, എന്റെ പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് വരുമ്പോൾ വബശ്ശിരി സാബിരീൻ, ക്ഷമിക്കുന്നവർക്ക് നബിയെ താങ്കൾ സന്തോഷവാർത്ത അറിയിക്കുക. ഹമാസ് ഗസക്കാർ ക്ഷമിക്കുകയാണ്. എന്താ ക്ഷമ എന്ന് പറഞ്ഞാൽ? ഇസ്രായേലിന്റെ മുന്നിൽ ചൊല്ലു പറയലല്ല ക്ഷമ. ഈ കിരാതമായ മർദ്ദനങ്ങൾ അഴിച്ചുവിടുമ്പോഴും തോൽക്കാൻ ഞങ്ങളില്ല എന്ന് പറയലാണ് ക്ഷമ. ആ ക്ഷമയാണ് ഗസക്കാർക്കുള്ളത്. തോൽക്കാൻ ഞങ്ങളില്ല. ആരൊക്കെ അടിയറവ് പറഞ്ഞാലും 967 യുദ്ധത്തിന് ശേഷം അറബ് രാജ്യങ്ങൾ, ഒട്ടുമിക്ക അറബ് രാജ്യങ്ങളും ഇസ്രായേലിന്റെ മുന്നിൽ അടിയറവ് പറഞ്ഞു. പക്ഷേ അന്ന് അടിയറവ് പറയാതെ ഊർജത്തോടെ എഴുന്നേറ്റുന്ന ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ഷെയ്ഖ് അഹമ്മദ് യാസീൻ. അദ്ദേഹമാണ് 1987 ഹമാസ് എന്ന പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുന്നത്. 16 വയസ്സിൽ തന്റെ ശരീരം തളർന്നുപോയ അഹമ്മദ് യാസീൻ ഇന്ന് ഗസയിലെ സ്ത്രീകൾ മത്സരിക്കുകയാണ് അഹമ്മദ് യാസീന്റെ പേര് മക്കൾക്കിടാൻ വേണ്ടി. അദ്ദേഹം 1987 അബ്ബാസിയ പള്ളിയുടെ മുന്നിലേക്ക് ജനങ്ങളെ വിളിച്ചുകൂട്ടി. ആയിരക്കണക്കിന് മനുഷ്യന്മാര് ഗസയിലെ മസ്ജിദുൽ അബ്ബാസിയയിൽ തടിച്ചുകൂടി. അവരോട് പറഞ്ഞു, അറബ് രാജ്യങ്ങളിൽ പലതും ഇസ്രായേലിന്റെ മുന്നിൽ അടിയറവ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും അടിയറവ് പറയാൻ പാടില്ല, എഴുന്നേറ്റ് നിൽക്കണം. ആ മനുഷ്യനാണ് ഹമാസിന് രൂപം കൊടുത്തത്. 2004 മാർച്ച് 22 ആ മനുഷ്യനെ മസ്ജിദുൽ മുജമ്മഇന്റെ മുന്നിലിട്ട് ഇസ്രായേൽ സേന ബോംബിട്ട് കൊന്നു. മനുഷ്യൻ, അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു. അദ്ദേഹത്തോട് ഒരു പത്രപ്രവർത്തകൻ ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇസ്രായേലിന്റെ ജന്മം കണ്ടയാളാണ്. 1948 മെയ് 14 ഇസ്രായേൽ രാഷ്ട്രം രൂപം കൊടുക്കുമ്പോൾ അന്നുള്ളയാളാണ് നിങ്ങൾ. ഇന്ന് ഇസ്രായേലിന്റെ രൂപീകരണത്തിന് ശേഷം 50 വർഷം പിന്നിട്ടിട്ടുണ്ട്. എനിക്ക് ചോദിക്കാനുള്ളത്, ഇസ്രായേലിന്റെ ഭാവിയെക്കുറിച്ച് നിങ്ങൾ എന്തു പറയുന്നു? ഷെയ്ഖ് അഹമ്മദ് യാസീൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഇസ്രായേലിന് നിലനിൽപ്പില്ല. ഇസ്രായേൽ നിലനിൽക്കില്ല. അപ്പൊ ചോദിച്ചു, എന്ത് ധൈര്യത്തിലാണ് നിങ്ങളിത് പറയുന്നത്?
അദ്ദേഹം പറഞ്ഞു, മനുഷ്യനാകട്ടെ, പ്രസ്ഥാനത്തിനാകട്ടെ, രാജ്യങ്ങൾക്കാകട്ടെ പല ഘട്ടങ്ങളുണ്ട്. ഒരു കുഞ്ഞ് ജനിച്ചു വരുന്നു, അശക്തനായി ജനിച്ചു വരുന്നു, ദുർബലനായി ജനിച്ചു വരുന്നു, പിന്നെ അവൻ ശക്തനായി തീരുന്നു, യുവാവായി തീരുന്നു. യുവത്വം കഴിഞ്ഞാൽ പിന്നെ വാർദ്ധക്യമല്ലേ? ഇത് മനുഷ്യനും അങ്ങനെയാണ്, രാജ്യങ്ങൾക്കും അങ്ങനെയാണ്, സംഘടനകൾക്കും അങ്ങനെയാണ്. ഇസ്രായേൽ അതിന്റെ രൂപീകരണത്തിന് ശേഷം 50 വയസ്സ് പിന്നിട്ടിരിക്കുകയാണ്. ഇസ്രായേൽ അതിന്റെ യുവത്വത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഇസ്രായേൽ അവസാനിക്കും. ഇനി ഇസ്രായേലിന്റെ വാർദ്ധക്യം ആരംഭിക്കുകയാണ്. അപ്പോൾ ആ പത്രപ്രവർത്തകൻ ചോദിച്ചു, നിങ്ങൾക്കൊരു ഡേറ്റ് പറയാൻ കഴിയുമോ? ഇസ്രായേലിന്റെ പതനത്തിനൊരു ഡേറ്റ് പറയാൻ കഴിയുമോ? അന്ന് ഷെയ്ഖ് അഹമ്മദ് യാസിൻ പറഞ്ഞു വച്ചത് 2027. 2027 ഇസ്രായേൽ രാഷ്ട്രം അവസാനിക്കും. ഇപ്പോൾ ഇസ്രായേൽ ആളിക്കത്തുന്നുണ്ട്. ഇത് കെടാൻ വേണ്ടിയുള്ള കത്തലാണിത്. ഷെയ്ഖ് അഹമ്മദ് യാസിന്റെ വാക്കുകൾ അള്ളാഹു വാസ്തവമാക്കുമെങ്കിൽ പടച്ചോൻ വാസ്തവമാക്കുമാറാകട്ടെ. 2027 2 വർഷമേ ഇസ്രായേലിന് ബാക്കിയുള്ളൂ. ലോകം മുഴുവനും എതിരായി. ഇനി ഇസ്രായേലിന് ജന്മം കൊടുത്ത തന്ത US മാത്രം, അമേരിക്ക മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ഏതാനും ചില രാജ്യങ്ങളും. ബാക്കി എല്ലാവരും വെറുത്തു. ഇങ്ങനൊരു രാഷ്ട്രം ലോകത്ത് വേണ്ട, ഇങ്ങനൊരു സമൂഹം ലോകത്ത് വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് യൂറോപ്യൻ രാജ്യങ്ങൾ പോലും മാറി ചിന്തിക്കാൻ തുടങ്ങിയപ്പോ 2 വർഷമേ ഇസ്രായേലിന് ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് വിശ്വസിക്കാൻ പ്രയാസമൊന്നുമില്ല. അവിടെയാണ് ആ ഷെയ്ഖ് അഹമ്മദ് യാസിൻ എന്ന് പറയുന്ന ആ മനുഷ്യന്റെ ധീരമായൊരു നിലപാട്, അധീരമായൊരു പ്രഖ്യാപനം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബദർ യുദ്ധത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു. ഞാൻ ഈ ഗസയിലെ കുട്ടികളുടെ മനക്കരുത്ത് കാണുമ്പോൾ, ചില വീഡിയോ ഒക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ വല്ലാത്തൊരു ആവേശം. എന്തൊരു കുട്ടികളാണ് ഇവര്! 10-12 വയസ്സുള്ള കുട്ടികള് അവർ ഇസ്രായേലിനെതിരെ മുദ്രാവാക്യം വിളിക്കുകയാണ്. അവർ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങപ്പെടുമ്പോഴാണ്. മരണത്തെക്കുറിച്ച് പേടിയില്ല. നമ്മുടെ മക്കൾ മൊബൈൽ തോണ്ടിക്കൊണ്ടിരിക്കുമ്പോ ഫലസ്തീനിലെ 9, 10, 12 വയസ്സുകാരൻ ദീനിനു വേണ്ടി, ഖുദ്സിന്റെ മോചനത്തിനു വേണ്ടി ഇസ്രായേലിനെതിരെ കിട്ടിയ ആയുധം വെച്ച് പൊരുതാൻ തയ്യാറായി നിൽക്കുക. അവന്റെ മനസ്സിൽ രണ്ടാലൊരു ആഗ്രഹമേ ഉള്ളൂ, ഒന്നിക്കൽ ഗസയുടെ മോചനം, അല്ലെങ്കിൽ ഷഹാദ, രക്തസാക്ഷി. ബദർ യുദ്ധത്തിലേക്ക് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോകാൻ വേണ്ടി തയ്യാറായി. വിവരമറിഞ്ഞ 8 കുട്ടികൾ വന്നു. ഒരു യുദ്ധമുണ്ടായേക്കാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് 8 കുട്ടികൾ നബിയുടെ അടുക്കൽ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പ്രായം ചോദിച്ചു. മോനെ, നിനക്ക് എത്ര വയസ്സുണ്ട്? ഒരാൾ പറഞ്ഞു 12. നിനക്കോ? 13, 14. ഈ 8 കുട്ടികളുടെ പ്രായം 14 വയസ്സിൽ താഴെയാണ്. ഒന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമറാണ്, മറ്റൊന്ന് സെയ്ദാണ്, മറ്റൊന്ന് സമറത്ത് ഇബ്നു ജുന്ദുബാണ്, മറ്റൊന്ന് റാഫി ഇബ്നു ഖദീജാണ്. ഇങ്ങനെ 8 കുട്ടികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ യുദ്ധത്തിന് വരണ്ട, നിങ്ങളതെല്ലാം പ്രായമായിട്ടില്ല, തിരിച്ചു പോകണം. അപ്പോൾ ഈ കുട്ടികൾ കരഞ്ഞു, ഇല്ല റസൂലേ, ഞങ്ങൾ തിരിച്ചു പോകില്ല. ഈ ബദർ രണാങ്കളത്തിലേക്ക് ഈ മുശ്രിക്കുകളെ മുഴുവനും കൊണ്ടുവന്നത് അബൂജഹലാണ്. ഈ രണാങ്കളത്തിൽ ഞങ്ങളുടെയും സാന്നിധ്യം വേണം, ഞങ്ങൾക്കും അബൂജഹലിനെ വകവരുത്തണം. റാഫി ഇബ്നു ഖദീജ് 14 വയസ്സുള്ള കുട്ടിയാണെന്ന്. ആ കുട്ടി പറഞ്ഞു, റസൂലേ, ഞാൻ തിരിച്ചു പോകുന്ന പ്രശ്നമില്ല. കുട്ടിയുടെ കയ്യിലിരിക്കുന്ന ഒരു ചെറിയ അമ്പ് ഇങ്ങനെ എറിഞ്ഞു കുട്ടി റസൂലിന്റെ മുന്നിൽ വെച്ച്. ഈ കുട്ടിയുടെ പ്രകടനം കണ്ടിട്ട് റസൂലും സഹാബത്തും അമ്പരന്നു പോയി. 14 വയസ്സുകാരൻ ഇങ്ങനെ അമ്പയ്യാണ്. എന്നിട്ട് പറഞ്ഞു, എനിക്ക് നന്നായിട്ട് അന റാമിൻ കമാ തറ, തങ്ങൾ കണ്ടില്ലേ എന്റെ അഭ്യാസ പ്രകടനം, ഇതുപോലെ അമ്പറിയാൻ എനിക്കറിയാം, അതുകൊണ്ട് ബദർ രണാങ്കളത്തിൽ എനിക്ക് വരണം, എന്നെ തിരിച്ചുവിടാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റാഫീന് അനുമതി കൊടുത്തു. പോരെ, നീ പോരെ, നിനക്ക് അമ്പറിയാൻ അറിയാമല്ലോ. അപ്പൊ അടുത്ത കുട്ടി സമറത്ത് ഇബ്നു ജുന്ദുബ്, അവന്റെ വയസ്സ് 14. അവൻ പറഞ്ഞു, റസൂലേ, റാഫീന് അനുമതി കൊടുത്തെങ്കിൽ എനിക്ക് അനുമതി തന്നെ, ഞാൻ തിരിച്ചു പോവില്ല. ഞാനും റാഫിയും നമ്മൾ പലപ്പോഴും മൽപ്പിടുത്തം നടത്താറുണ്ട്. അന്നൊക്കെ ഞാൻ റാഫീനെ തോൽപ്പിച്ചിട്ടുള്ളൂ. റാഫീന്റെ നെഞ്ചത്ത് ഞാൻ കയറിയിരുന്ന ചരിത്രമേ ഉള്ളൂ, എന്നെ റാഫി തോൽപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് എന്നെ അനുവദിക്കണം. മാതാപിതാക്കളും സമ്മതിച്ചു. ശരിയാണ് റസൂലേ പറയുന്നത്, എന്റെ കുട്ടി റാഫിയുമായി മൽപ്പിടുത്തം നടത്തിയപ്പോഴെല്ലാം റാഫീനെ തോൽപ്പിച്ചിട്ടുള്ളൂ, ഇവൻ ശക്തനാണ്. ഏത് മാതാപിതാക്കൾ യുദ്ധത്തിന് വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടി റസൂലിനോട് റെക്കമെൻഡ് ചെയ്യാണ്. അങ്ങനെയാണ് ബദർ രണാങ്കളത്തിലേക്ക് ഏതാനും കുട്ടികൾ വന്നു. അബൂജഹൽ എന്ന് പറയുന്ന ഇസ്ലാമിന്റെ ശത്രുവിനെ വകവരുത്തിയത് 2 കുട്ടികളാണ്. 2 കുട്ടികൾ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാനിങ്ങനെ നിൽക്കുമ്പോ എന്നെ ഒരു കുട്ടി തോണ്ടി. ആ കുട്ടി ചോദിച്ചു, അബൂജഹലിനെ അറിയുമോ? ഞാൻ ചോദിച്ചു, അബൂജഹലിനെ കണ്ടാൽ നിനക്ക് എന്ത് ചെയ്യാനാ? എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്, അന്നഹു യസുബ്ബു റസൂലുള്ളാഹ്, റസൂലിനെ ചീത്ത പറയുന്ന ആളാണ് അബൂജഹൽ എന്ന് വിവരം കിട്ടിയിട്ടുണ്ട്. മറ്റേ കുട്ടി തോണ്ടി, അവനും ഇതേപോലെ പറഞ്ഞു.
അപ്പോൾ അബൂജഹലിന്റെ മുന്നിലൂടെ പോയി. ഞാൻ ചൂണ്ടിക്കാണിച്ചു, ആ പോകുന്നയാളാണ് അബൂജഹൽ. 2 കുട്ടികളും ചാട്ടുളി പോലെ ചാടി വെട്ടിവീഴ്ത്തി അബൂജഹലിനെ. 2 കുട്ടികളാണ് അബൂജഹലിനെ വെട്ടിവീഴ്ത്തിയത്. 21-ാം നൂറ്റാണ്ടിന്റെ അബൂജഹൽ ബെഞ്ചമിൻ നെതന്യാഹുവാണ്. ബെഞ്ചമിൻ നെതന്യാഹുവാണ്. അള്ളാഹുവിന്റെ തീരുമാനമുണ്ടായാൽ ഗസയിലെ കുട്ടികൾ തന്നെ, ഗസയിലെ കുട്ടികളെ കൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് സുമ്മ ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, വിശന്നു മരിക്കുന്ന കുഞ്ഞുങ്ങളെ കുറിച്ച് നമുക്ക് ഓർമ്മ വേണം. ഇസ്രായേൽ അതിന്റെ എല്ലാ പരിധികളും ലംഘിച്ചിരിക്കുകയാണ്. ജരീർ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഞങ്ങൾ റസൂലിന്റെ കൂടെ ഒരു യാത്ര പോവുകയാണ്. മദീന വിട്ടുകിടക്കാറായി. ഒരാളിങ്ങനെ വാഹനപ്പുറത്ത് ഓടി വരുന്നുണ്ട്. റസൂൽ പറഞ്ഞു, കഅന്ന റാക്കിബ യുരീദുക്കും, ആ വരുന്നയാള് നിങ്ങളെ ഉദ്ദേശിച്ചു വരും പോലെയുണ്ടല്ലോ. അപ്പോഴത്തേക്കും അയാൾ അടുത്തെത്തി കഴിഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനോട് ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാണ്? അപ്പൊ അയാൾ പറഞ്ഞു, മിൻ അഹ്ലി വ അശീറത്തി, ഞാൻ എന്റെ കുടുംബത്തിൽ നിന്ന് വരികയാണ്. റസൂൽ ചോദിച്ചു, അയ്ന തുരീദു, നീ എങ്ങോട്ടാ പോകുന്നത്? അദ്ദേഹം പറഞ്ഞു, ഉരീദു റസൂലല്ലാഹ്, ഞാൻ റസൂലിനെ അന്വേഷിച്ചു പോവുകയാണ്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ഞാൻ തന്നെയാണ് ആ റസൂല്, നിനക്ക് എന്താണ് അറിയേണ്ടത്? അല്ലിംനിൽ ഈമാൻ. അയാൾ പറഞ്ഞു, നബിയെ, എന്റെ ഈമാൻ ഒന്ന് പഠിപ്പിച്ചു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാൻ പഠിപ്പിച്ചു കൊടുത്തു. അൻതശഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ തുഖീമസ് സ്വലാ വ തുഅതി സക്കാവ. ഈമാന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, അഖറർത്തു, ഞാൻ ഇത് അംഗീകരിച്ചു. അയാൾ മുസ്ലിമല്ല. ഈ നിമിഷത്തിൽ അയാൾ ഇസ്ലാം സ്വീകരിക്കുകയാണ്. അയാൾ അങ്ങനെ അയാളുടെ വാഹനപ്പുറത്തിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വാഹനം, അതിന്റെ ഒരു കാല് ഒരു എലിമടയിലേക്ക് വീണു. എലിമടയിലേക്ക് ഒട്ടകത്തിന്റെ കാല് വീണു. ഈ മനുഷ്യൻ അതിന്റെ പുറത്ത് വീണു. അദ്ദേഹത്തിന്റെ എല്ലൊടിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഉണ്ടായിരുന്ന 2 സഹാബാക്കൾ അമ്മാറിനോടും ഖുദൈഫയോടും പറഞ്ഞു, ആ മനുഷ്യനെ പിടിച്ചുകൊണ്ടുവരിക. അദ്ദേഹത്തെ എടുത്തുകൊണ്ടുവരുമ്പോഴേക്കും അവർ പറഞ്ഞു, ഖുബല യാ റസൂലല്ലാഹ്, അയാളുടെ ജീവൻ പോയിട്ടുണ്ട് നബിയെ, അയാൾ വഫാത്തായിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ മനുഷ്യനെ അടുത്തേക്ക് കൊണ്ടുവരിക. അടുത്തേക്ക് കൊണ്ടുവന്ന റസൂൽ അയാളുടെ നേരെ നോക്കി പെട്ടെന്ന് മുഖം തിരിച്ചു. പെട്ടെന്ന് മുഖം തിരിച്ചിട്ട് ഇവരോട് ചോദിച്ചു, നിങ്ങൾക്കറിയുമോ ഞാൻ എന്തിനാ മുഖം തിരിച്ചതെന്ന്? അവർ പറഞ്ഞു, ഇല്ല നബി, അറിയില്ല. എങ്കിൽ ഞാൻ 2 മലക്കുകളെ കണ്ടു. 2 മലക്കുകൾ സ്വർഗത്തിലെ പഴങ്ങളുമായി വന്നുകൊണ്ട് യദുസ്സാനി ഫീഹി, ഈ മനുഷ്യന്റെ വാഴിലേക്ക് സ്വർഗത്തിലെ മുന്തിരികൾ ഇങ്ങനെ വച്ചുകൊടുക്കുന്നത് ഞാൻ കണ്ടു. അതുകൊണ്ടാണ് ഞാൻ മുഖം തിരിച്ചത്. എനിക്ക് മനസ്സിലായി, ഈ മനുഷ്യൻ വിശന്നു വന്നയാളാണ്. ഇയാൾ വീട്ടിൽ നിന്ന് വന്ന പിന്നെ ഭക്ഷണം കഴിച്ചിട്ടില്ല, വിശന്നു മരിച്ചു. നന്നായിട്ട് വിശപ്പുണ്ട് ഈ മനുഷ്യന്. സഹോദരങ്ങളെ, അദ്ദേഹം ആ നിലക്ക് മരണപ്പെട്ടിട്ട് പോലും ഒരു നിമിഷമേയാക്കി ഇസ്ലാമിൽ പാരമ്പര്യമുള്ളൂ. മുമ്പ് മുസ്ലിമല്ല. ആ മനുഷ്യന് പോലും പടച്ച തമ്പുരാൻ സ്വർഗത്തിൽ നിന്ന് മാലാകമാരെ കൊണ്ട് സ്വർഗത്തിലെ പഴങ്ങൾ എത്തിച്ചു കൊടുത്തെങ്കിൽ ഗസയിൽ വിശന്നു മരിക്കുന്ന കുഞ്ഞുങ്ങൾ അവർ ശുഹദാക്കളാണ്. അവർക്ക് അല്ലാഹു സ്വർഗത്തിലെ പഴങ്ങളും സ്വർഗത്തിലെ ഭക്ഷണങ്ങളും എത്തിച്ചു കൊടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്തിനാണ് പടച്ചവൻ ഇങ്ങനെ ചെയ്യുന്നത്? ഗസക്കാരെ അല്ലാഹു ഉരുക്കി ഉരുക്കി പൊന്നാക്കുകയാണ്. അവർക്ക് അല്ലാഹു കൊടുക്കാനിരിക്കുന്ന സ്വർഗം, വയത്തഖിദ മിൻകും ശുഹദാ, നിങ്ങളിൽ നിന്നും ശുഹദാക്കളെ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് പടച്ചവൻ ഇതൊക്കെ ചെയ്യുന്നത്. രക്തസാക്ഷികളെ സൃഷ്ടിക്കാൻ വേണ്ടി. വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതൻ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ മരിച്ചു വീഴുന്ന ആളുകൾ ഒരു മരിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം, പടച്ച തമ്പുരാന്റെ അടുക്കൽ അവർ ജീവിച്ചിരിക്കുകയാണ്. അള്ളാഹുവിന്റെ അടുക്കൽ അവർ ജീവിച്ചിരിക്കാൻ. യുർസഖൂൻ, അവർക്ക് പടച്ച തമ്പുരാൻ റിസ്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. പടച്ചോന്റെ ഭക്ഷണം ഭുജിച്ചുകൊണ്ടാണ് ശുഹദാക്കൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഗസയിൽ മരിച്ചു വീഴുന്ന ഒരു കുഞ്ഞും വെറുതെയാകില്ല. സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ഇബ്രാഹിം നബിയുടെ ജോലി എന്താണ്? ചെറുപ്പത്തിൽ മരിച്ചു പോകുന്ന കുഞ്ഞുങ്ങളെ സ്വർഗത്തിൽ സംരക്ഷിക്കലാണ് ഇബ്രാഹിം നബിയുടെ ജോലി. അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചെയ്തുകൊണ്ടിരിക്കും. ഗസയിൽ നിന്ന് പോയ ആയിരക്കണക്കായ കുഞ്ഞുങ്ങൾ ഇബ്രാഹിം നബിയുടെ സാന്നിധ്യത്തിൽ ഉണ്ടാകും. ഇബ്രാഹിം നബിയോടെ പരിരക്ഷിക്കുന്നുണ്ടാകും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് നെതന്യാഹു പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഇനി ജോർദാൻ നദിയുടെ പടിഞ്ഞാറ് ഗസ ഉണ്ടാകൂല, ഫലസ്തീൻ ഉണ്ടാകൂല. ജോർദാൻ നദിക്ക് പടിഞ്ഞാറ് ഇനി ഒരു ഫലസ്തീൻ ഉണ്ടാകൂല എന്നാ നെതന്യാഹു പറയുന്നത്. പക്ഷേ അഹമ്മദ് യാസിൻ പറഞ്ഞു വെച്ചത് 2027 ശേഷം ഒരു ഇസ്രായേൽ തന്നെ ഉണ്ടാകൂല. ഏത് യാഥാർത്ഥ്യമാകുമെന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് കാത്തിരുന്ന് കാണാം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ആപൽഘട്ടങ്ങളിലൂടെ ഗസ നിവാസികളെ കടന്നു പോകുമ്പോൾ പ്രാർത്ഥന കൊണ്ട് നമ്മൾ അവരുടെ ഒപ്പം ഉണ്ടാകണം. അവർ നമ്മുടെ സഹോദരങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മസലുൽ മുഅ്മിനീന ഫീ തവാദ്ദുഹിം വതറാഹുമിഹിം വതലാത്തുഫിഹിം കമസലിൽ ജസദി. മുസ്ലിമീങ്ങൾ എവിടെ ജീവിച്ചാലും, അവർ ഗസയിലാകട്ടെ, അവരെവിടെ ജീവിക്കട്ടെ, ഒരു മുസ്ലിം തന്റെ മുസ്ലിമിന്റെ സഹോദരനാണ്. ഒരു ശരീരം പോലെയാണ്. ഗസക്കാർ കേൾക്കുന്ന ഓരോ വേദനയും, ഗസയുടെ മേൽ വീഴുന്ന ഓരോ മിസൈലും നമ്മുടെ മേലാണ് വീഴുന്നതെന്ന് നമുക്ക് ഓർമ്മ വേണം.
ഗസയിലെ കുഞ്ഞുങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളാണ് പട്ടിണി കിടക്കുന്നുള്ള വിചാരം നമുക്കുണ്ടായിരിക്കണം. അവിടെ നമ്മുടെ സഹോദരങ്ങളാണ്. അതുകൊണ്ട് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥന ഏറ്റവും വലിയ ആയുധമാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ലൗകാന ശൈഉൻ യറുദ്ദുൽ ഖദ്റ, അല്ലാഹുവിന്റെ തീരുമാനത്തെ മാറ്റിമറിക്കാൻ എന്തെങ്കിലും കാര്യം കൊണ്ട് കഴിയുമെങ്കിൽ യറുദ്ദു ദുആ, ദുആ കൊണ്ട് കഴിയും. പടച്ചോന്റെ തീരുമാനങ്ങളെ ദുആ മാറ്റിമറിക്കും. അതുകൊണ്ട് പ്രാർത്ഥന വെറുതെ ആകൂല. നമ്മൾ വർഷങ്ങളായില്ലേ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്. മക്കയില് പ്രാർത്ഥനയുണ്ട്, മദീനയില് പ്രാർത്ഥനയുണ്ട്, ലോകം മുഴുവൻ പ്രാർത്ഥനയുണ്ട് എന്ന് വിചാരിച്ച് നിരാശരാകാൻ നിൽക്കണ്ട. പടച്ച തമ്പുരാന് ചില പ്ലാനുകളുണ്ട്, അള്ളാഹുവിന് ചില തീരുമാനങ്ങളുണ്ട്. ആ തീരുമാനം അള്ളാഹു തആല സമയമാകുമ്പോൾ അള്ളാഹു നടപ്പിലാക്കും. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, വലാ തഹ്സബന്നല്ലദീന വലാ തഹ്സബന്നല്ലാഹ ഗാഫിലൻ അമ്മാ യഅമലുൽ ളാലിമൂൻ. ഈ അക്രമികൾ ചെയ്തു കൂട്ടുന്നത് പടച്ചോൻ കാണുന്നില്ല എന്ന് നീ മനസ്സിലാക്കണ്ട. അള്ളാഹു ഇതിന് സാക്ഷിയാണ്. അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. പടച്ചതമ്പുരാൻ ഇത് കാണുന്നുണ്ട്. പക്ഷേ ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തശ്ഖസു ഫീഹിൽ അബ്സാർ, കണ്ണുകൾ തള്ളിപ്പോകുന്നൊരു ദിവസമുണ്ട്. ആ ദിവസത്തേക്ക് വേണ്ടി പടച്ചതമ്പുരാൻ അത് മാറ്റിവെച്ചിരിക്കുകയാണ്. അള്ളാഹുവിന്റെ ശിക്ഷ വരിക തന്നെ ചെയ്യും. ഫിർഔനിനെ അള്ളാഹു നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നമ്രൂദിനെ പടച്ചോൻ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, സാക്ഷാൽ അബൂജഹലിനെ അള്ളാഹു നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അതേപോലെ ഒരു നാശം ചരിത്രത്തിൽ ഏത് ധിക്കാരികൾക്കും ഏത് അക്രമകാരികളായ ഭരണാധികാരികൾക്കും അള്ളാഹു കാത്തുവച്ചിട്ടുണ്ട്. അത് ഇൻഷാ അള്ളാഹ് ദുനിയാവിൽ പിന്നെ ആഖിറത്തിലും അള്ളാഹു കൊടുക്കുക തന്നെ ചെയ്യും. അള്ളാഹു തആല കൊടുക്കുമാറാകട്ടെ. പടച്ചോൻ ഗസാ നിവാസികൾക്ക് അള്ളാഹു സമാധാനം നൽകുമാറാകട്ടെ, ശാന്തി നൽകുമാറാകട്ടെ. അവർക്ക് അള്ളാഹു എല്ലാവിധ ആശ്വാസവും പ്രദാനിക്കുമാറാകട്ടെ. ശത്രുവിനെ അള്ളാഹു പരാജയപ്പെടുത്തുമാറാകട്ടെ. അവരിൽ നിന്ന് മരണപ്പെട്ടവരെ അള്ളാഹു ശുഹദാക്കളായി കബൂൽ ചെയ്യുമാറാകട്ടെ. അവരുടെ പട്ടിണി മാറ്റാൻ ആവശ്യമായ സംവിധാനങ്ങൾ പടച്ചതമ്പുരാൻ ഏർപ്പാടാക്കി കൊടുക്കുമാറാകട്ടെ.